ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫോട്ടോഷോപ്പിൽ ഒരു നോർമൽ ഇമേജിനെ വളരെ ചുരുങ്ങിയ സ്റ്റെപ്സിലൂടെ എൻഹാൻസ് ചെയ്ത് ഒരു ബെറ്റർ ഔട്ട്പുട്ട് ഇമേജ് ഉണ്ടാക്കാം എന്നതാണ്. അപ്പോൾ നേരെ ഫോട്ടോഷോപ്പിലേക്ക്. ഫോട്ടോഷോപ്പ് ഞാനിവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമുക്കൊരു ഇമേജാണ് വേണ്ടത്. ഓൺലൈനിൽ ഞാനൊരു ഇമേജ് കണ്ടിരുന്നു. ഇതാണത്. ഇത് കണ്ടില്ലേ, ഇതിപ്പം മറ്റുള്ള ഇമേജിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ലൈറ്റാണ്, അതിൻ്റെ അകത്തൊരു ഡാർക്ക്നെസ് കുറവാണ് ആ ഇമേജിന്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാം. ഷോപ്പ് ഓപ്പൺ ചെയ്യുക, അതിനകത്ത് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് സ്റ്റെപ്പ് ലാസ്റ്റ് വന്നിട്ടുണ്ട് ഇമേജ്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇത് കുറച്ച് അതിൻ്റെ ഒരു കളർ കറക്റ്റ് അല്ല നമുക്ക്. അപ്പം ഡയറക്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Ctrl+M, വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് പോവാണ് Ctrl+M കേർവ്സ് എന്നാണ് അതിനുള്ള ഈ ഒരു സെറ്റിങ്സിൻ്റെ പേര്. ഇതെടുത്ത ശേഷം ഈ ഒരു ലൈൻ കണ്ടില്ലേ നടുവിലോട്ട് പോകുന്നത്, ഈ ലൈനിൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് കുറച്ച് കേർവ് ചെയ്യാം. കണ്ടോ, ഇപ്പം അതിൻ്റെ ഒരു ചേഞ്ച് വന്ന കണ്ടോ, വളരെ എളുപ്പത്തിൽ മാറിയില്ല. അതായത് സെൻറ്ററിലുണ്ടാകുന്ന ലൈന് കുറച്ച് താഴോട്ടേക്ക് മാറ്റും. ഇതിങ്ങോട്ട് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഡാർക്ക്നെസ് കൂടിക്കൂടുക. നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് അത് സെറ്റ് ചെയ്യാം. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അത് വീണ്ടും ലൈറ്റ് ആവും. കണ്ടല്ലേ, ഓൾറെഡി ഉള്ള ഇമേജ് കിട്ടി ലൈറ്റായി മാറും. ഇവിടെ വെച്ച് സെൻറ്ററിലാണ് ഉണ്ടാകുക ഫസ്റ്റ്, അവിടെ നേരെ താഴോട്ടേക്ക് നമുക്ക് എത്ര വേണം അത് കൊടുക്കുക. ഓക്കെ, ശേഷം ഓക്കെ കൊടുക്കുക. എന്നിട്ട് സേവ് ഓർ സേവ് എസ് രണ്ട് ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. വേറൊരു ഇമേജ് കൂടി ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. വളരെ എളുപ്പമാണ്. ഇതിപ്പം ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ മാത്രമല്ല, നമുക്ക് ഓൾറെഡി സിസ്റ്റത്തിലുള്ള ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ DSLR എടുത്ത ഫോട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഫോട്ടോ കൂടി ഞാൻ കാണിച്ചു തരാം. അതുപോലെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ലൈറ്റ് കുറഞ്ഞതിൽ കൂട്ടുക, കൂട്ടിയതിൽ കുറക്കുക എന്നുള്ളതും. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ കുറച്ച് ലൈറ്റ് കൂട്ടുന്ന സമയത്താണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുന്നത് നമുക്ക്. കണ്ടോ, ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു കളർ കറക്റ്റ് നമുക്കതൊരു കോൺട്രാസ്റ്റിലേക്ക് വരുന്നുണ്ട്. നോർമലായിരുന്നപ്പോൾ മൊത്തത്തിലൊരു ഇരുണ്ട ഫീലായിരുന്നു. അതല്ലേ, ഇതിപ്പം ഒരു ഡാർക്കൻ ഇമേജ് ആയിരുന്നു. അത് കുറച്ചൊന്ന് കൂട്ടി കൊടുത്ത് ഓക്കെ കൊടുക്കുക, സേവ് ചെയ്യാം. കണ്ടോ, ക്ലാരിറ്റി ഒന്നും ഒരിക്കലും കുറയില്ല, പെർഫെക്റ്റ് ആയിരിക്കും. കണ്ടോ എന്ത് ക്ലിയറാണ് ആ ഇമേജ്. ഓക്കെ, കണ്ടില്ലേ, ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു. നല്ലൊരു ടിപ്സുമായി വേറൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.